ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഷെയ്ൻ നിഗം നായകനായി ജൂൺ 7 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ലിറ്റിൽ ഹാർട്സ്. എബി ട്രീസ പോൾ, ആന്റോ ജോസ് പെരേര എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ മഹിമ നമ്പ്യാർ, ഷൈൻ ടോം ചാക്കോ, ബാബുരാജ്, രഞ്ജി പണിക്കർ, ജാഫർ ഇടുക്കി എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമ ഇന്നലെ ബുധനാഴ്ചയോടെ 6 ദിവസം പിന്നിട്ട് ഇന്ന് 7ാമത്തെ ദിവസമായ വ്യാഴാഴ്ചയിലേക്കാണ് കടക്കുന്നത്. ചിത്രത്തിന്റെ ആദ്യ 6 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി 78 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. GCC രാജ്യങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തപ്പെട്ട ഈ സിനിമയ്ക്ക് റെസ്റ്റ് ഓഫ് ഇന്ത്യ, യൂറോപ്പ് എന്നിവ ഉൾപ്പെടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 1 കോടിയിൽ പരം രൂപ നേടിയെടുക്കാനായിട്ടുണ്ട് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ജൂൺ 7 തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് ഗോളം. സംജാത് PS സംവിധാനം ചെയ്ത ഈ സിനിമയിൽ രഞ്ജിത്ത് സജീവ്, ദിലീഷ് പോത്തൻ, സണ്ണി വെയിൻ, ചിന്നു ചാന്ദിനി, സിദ്ദീഖ്, അലൻസിയർ എന്നിങ്ങനെ മികച്ച താരനിര തന്നെ അണിനിരന്നിട്ടുണ്ട്. ഇന്നലെ ബുധനാഴ്ചയോടെ ഈ ചിത്രം 6 ദിവസം പിന്നിടുമ്പോൾ കേരള കളക്ഷനായി 1 കോടി 20 ലക്ഷത്തിന് മുകളിൽ കളക്ഷനാണ് നേടിയെടുത്തിട്ടുള്ളത്. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 1 കോടി 60 ലക്ഷത്തോളം രൂപയുമാണ്. വളരെ മികച്ച തുടക്കമാണ് ഈ ചിത്രം നേടിയെടുത്തിട്ടുള്ളത്. വെട്രിമാരന്റെ തിരക്കഥയിൽ RS ദുരൈ സെന്തിൽകുമാർ സംവിധാനം ചെയ്ത് മെയ് 31 തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് ഗരുഡൻ. മികച്ച അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമയിൽ സൂരി, ശശികുമാർ, ഉണ്ണി മുകുന്ദൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്. ചിത്രത്തിന്റെ 12 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് മാത്രമായി ഈ ചിത്രം 36 കോടിക്ക് മുകളിൽ കളക്ഷനാണ് നേടിയെടുത്തിട്ടുള്ളത്. ചിത്രം 12 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 52 കോടിക്ക് മുകളിലും നേടിയെടുത്തിരിക്കുകയാണ്. ആസിഫ് അലി, ബിജു മേനോൻ എന്നിവർ പ്രധാന താരങ്ങളായി ജിസ്ജോയ് സംവിധാനം ചെയ്ത് മെയ് 24 തിയേറ്ററിലെത്തി മികച്ച വിജയം നേടിയെടുത്ത ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് തലവൻ. ഇന്നലെ ബുധനാഴ്ചയോടെ 20 ദിവസം പിന്നിട്ട് ഇന്ന് 21ാമത്തെ ദിവസമായ വ്യാഴാഴ്ചയിലേക്കാണ് ഈ ചിത്രം കടക്കുന്നത്. ഇന്നലെ ബുധനാഴ്ച ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി 18 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. ഇതോടെ ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി 13 കോടിക്ക് മുകളിലാണ് നേടിയെടുത്തിട്ടുള്ളത്. ചിത്രത്തിന്റെ 20 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 21 കോടിക്ക് മുകളിലുമാണ്. പൃഥ്വിരാജ്, ബേസിൽ ജോസഫ് എന്നിവർ പ്രധാന താരങ്ങളായി വിപിൻ ദാസ് സംവിധാനം ചെയ്ത് മെയ് 16 തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത സിനിമയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. ചിത്രം ഇന്നലെ ബുധനാഴ്ച 28 ദിവസം പിന്നിട്ട് ഇന്ന് 29ാം ദിവസമായ വ്യാഴാഴ്ചയിലേക്കാണ് കടന്നിരിക്കുന്നത്. ഇന്നലെ ബുധനാഴ്ച ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി 15 ലക്ഷത്തോളം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ ഈ ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ 46 കോടി 75 ലക്ഷം രൂപയാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ സംബന്ധമായി 90 കോടി പോസ്റ്റർ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിരുന്നു. നിലവിൽ ഈ ചിത്രം 28 ദിവസം കൊണ്ട് 88 കോടി 60 ലക്ഷം രൂപയാണ് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തിട്ടുള്ളത്. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി നായകനായി മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ എഴുതി വൈശാഖ് സംവിധാനം ചെയ്ത് മെയ് 23 തിയേറ്ററിലെത്തിയ ടർബോ എന്ന സിനിമ ഇന്നലെ ബുധനാഴ്ചയോടെ 21 ദിവസം പിന്നിട്ട് ഇന്ന് 22ാമത്തെ ദിവസമായ വ്യാഴാഴ്ചയിലേക്കാണ് കടക്കുന്നത്. 21ാം ദിവസമായ ഇന്നലെ ബുധനാഴ്ച ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി 23 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. ഇതോടെ ഈ ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ 35 കോടി 80 ലക്ഷം രൂപയായിട്ടുണ്ട്. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ സംബന്ധമായ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഔദ്യോഗികമായിട്ടോ അനൌദ്യോഗികമായിട്ടോ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 75 കോടിക്ക് മുകളിൽ എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ 6 സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.